കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കെമിസ്ട്രി ടെക്സ്റ്റിൽ 16 ചാപ്റ്ററുകളാണുള്ളത്. 2 ടെക്സ്റ്റുകളാണ്. ഫസ്റ്റ് ടെക്സ്റ്റിൽ 9 ചാപ്റ്ററും സെക്കൻഡ് ടെക്സ്റ്റിൽ 7 ചാപ്റ്ററും. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാമല്ലോ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഗ്യാസസും ലിക്വിഡും പഠിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സോളിഡ്സ്. എന്തൊക്കെയാണ് സോളിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? സോളിഡ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം അല്ലേ? സോളിഡ്സിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. On the basis of arrangement of constituent particles in a solid, solids are mainly classified into two. They are crystalline solid and amorphous solid. In the basis of arrangement, on the basis of arrangement of constituent particles, solids are classified into two. They are crystalline solid and amorphous solid. The crystalline solid ചെറിയ പിക്ചർ ഇവിടെ ഉണ്ട്. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എല്ലാ സ്ഥലത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിലാണ്, ഒരേ മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഈ സോളിഡിലെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ യൂണിഫോം ഓർഡർ ത്രൂ ഔട്ട് ദ സോളിഡ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമാണ് ലോങ് റേഞ്ച് ഓർഡർ. സോ ഇൻ crystalline solid, constituent particles are arranged uniformly throughout the solid. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ലോങ് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സോളിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, ക്വാർട്സ്. ഇതെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. അമോർഫസ് സോളിഡ് നമ്മൾ നോക്കിയാൽ അറിയാം, ഈ സ്ഥലത്ത് ഒരു അറേഞ്ച്മെന്റ് ആണ്, അടുത്ത പാർട്ടിലേക്ക് വന്നപ്പോൾ അറേഞ്ച്മെന്റ് രീതി മാറിയിരിക്കുന്നു. ദാറ്റ് മീൻസ് അമോർഫസ് സോളിഡ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഷോർട്ട് റേഞ്ച് ഓർഡർ. Okay, so amorphous solid have short range order. That means constant particles are not arranged uniformly throughout the solid. Amorphous solid example ആണ് പ്ലാസ്റ്റിക്, വുഡ്. ഇതെല്ലാം amorphous solidകളാണ്. സോ അപ്പോൾ എന്താ crystalline solid amorphous solid എന്നുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്? Crystalline solid have long range order. That means constant particles are arranged uniformly throughout the solid. Amorphous solid have short range order. That means constant particles are not arranged uniformly throughout the solid. Crystalline solid example sodium chloride, diamond, quartz. Amorphous solid example ആണ് പ്ലാസ്റ്റിക്, റബ്ബർ, വുഡ് എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. എന്നാൽ ഒരു അമോർഫസ് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് കാണില്ല. It melts over a range of temperature. അത് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത്. അല്ല ഒരു കൃത്യമായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഒരു അമോർഫസ് സോളിഡ് കാണുകയില്ല. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, ബട്ട് അമോർഫസ് സോളിഡ്സ് ഹാവ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. They melts over a range of temperature. And third one, that is an important difference. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത, ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ ഉള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഈ ഡയറക്ഷൻ നടന്നപ്പോൾ നമുക്കൊരു വില കിട്ടി, എന്നാൽ ഈ ഡയറക്ഷൻ നടക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ലഭിക്കുന്നത്. ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഷോ ഡിഫറെന്റ് വാല്യൂ വെൻ മെഷർഡ് ഫ്രം ഡിഫറെന്റ് ഡയറക്ഷൻസ് ഇൻ എ സെയിം ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൽ തന്നെ പല ഡയറക്ഷൻ നടക്കുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് പല വില ലഭിക്കുന്നു. അതിന് പറയുന്ന പേരാണ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി. അനൈസോട്രോപിക് പ്രോപ്പർട്ടി. Anisotropic property means physical properties show different value when measured from different directions in a crystal. So crystalline solids are anisotropic in nature. എന്നാൽ നമ്മൾ അമോർഫസ് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അമോർഫസ് സോളിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും സെയിം വാല്യൂ ആണ് ലഭിക്കുന്നത്. Physical properties show same value when measured from any direction in a solid. അതിന് പറയുന്ന ടൈമാണ് ഐസോട്രോപിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Isotropic means physical properties show same value when measured from any direction in a solid. That is called isotropic property. So amorphous solids are isotropic in nature.
but crystalline solids are anisotropic in nature. Then next difference, നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡിനെ ഒരു ഷാർപ്പ് എടുത്തിട്ടുള്ള ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ നമുക്ക് രണ്ട് പുതിയ പാർട്ട് ഉണ്ടാകും. ആ പുതുതായി ഉണ്ടാകുന്ന സർഫസ് സ്മൂത്തുമായിരിക്കും, പ്ലെയിനുമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡയമണ്ട് പീസിനെടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ടുണ്ടാകുന്ന രണ്ട് പാർട്ടുകൾ, ആ പുതിയ സർഫസ് ഉണ്ടാകുന്നത് സ്മൂത്തുമായിരിക്കും, പ്ലെയിനുമായിരിക്കും. എന്നാൽ നമ്മളൊരു തടി കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വാള കൊണ്ട് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് പുതുതായിട്ടുണ്ടാകുന്ന സർഫസ് എങ്ങനെ ആയിരിക്കുക? ഇറഗുലർ ആയിരിക്കും, സ്മൂത്തും പ്ലെയിനും ആയിരിക്കില്ല, ഇറഗുലർ ആയിരിക്കും. അതാണ് അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിനെ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ കൊണ്ട് കട്ട് ചെയ്താൽ ന്യൂലി ഫോംഡ് സർഫസസ് ആർ സ്മൂത്ത് ആൻഡ് പ്ലെയിൻ. എന്നാൽ അമോർഫസ് സോളിനെ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ കൊണ്ട് കട്ട് ചെയ്താൽ the newly formed surfaces are irregular. Okay, and next one, crystalline solid flow ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണില്ല. Crystalline solid have no tendency to flow, so they are called true solid. നമ്മൾ crystalline solid എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ട്രൂ സോളിഡ് എന്നാണ് വിളിക്കുന്നത്. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ് ഫ്ലോ ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള ടെൻഡൻസിയും ഇല്ല. എന്നാൽ ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡ് ആണ്. നമ്മൾ പഴയ വീടുകളുടെ ജനാല ചില്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ ജനാല ചില്ലുകളുടെ മുകൾ ഭാഗത്ത് തിക്നെസ് കുറവും താഴ്ഭാഗത്ത് തിക്നെസ് കൂടുതലുമായിരിക്കും. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഗ്ലാസ് മുകളിൽ നിന്നും താഴേക്ക് ഫ്ലോ ചെയ്തു. അതുകൊണ്ടാണ് ജനാല ചില്ലയുടെ മുകൾ ഭാഗത്ത് തിക്നെസ് കുറവും താഴ്ഭാഗത്ത് തിക്നെസ് കൂടുതലുമായത്. ദാറ്റ് മീൻസ് amorphous solid has a less tendency to flow. Amorphous solid ഫ്ലോ ചെയ്യാനുള്ള ചെറിയൊരു ടെൻഡൻസി ഉണ്ട്. So amorphous solid are called pseudo solid or super cooled liquid. അതുകൊണ്ട് amorphous solid നമ്മൾ വിളിക്കുന്നത് pseudo solid അല്ലെങ്കിൽ super cooled liquid എന്നാണ് വിളിക്കുന്നത്. These are the main difference between crystalline solid and amorphous solid. Okay, so first എന്താ എന്ത് ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തേ? On the basis of arrangement of constituent particle, solids are classified into two. They are crystalline solid and amorphous solid. എന്താ crystalline solid? They have long range order. That means constituent particles are arranged in a same manner throughout the solid. Example, diamond, graphite, quartz. Then amorphous. In the amorphous solid, they have short range order. That means the constituent particles are arranged not uniformly throughout the solid. Example, plastic, rubber, wood. Then second difference, crystalline solid have sharp melting point, but amorphous solid have no sharp melting point. They melt over a range of temperature. Then next, crystalline solids are anisotropic. Anisotropic means their physical properties show different value when measured from different directions in a same crystal. But amorphous solids are isotropic. That means physical properties show same value when measured from any directions in a solid. Then crystalline solid, when cut with a sharp-edged tool, the newly formed surfaces are smooth and plain. ക്രിസ്റ്റലൈൻ സോളിനെ ഒരു ഷാർപ്പ് എഡ്ജ് ടൂൾ കൊണ്ട് കട്ട് ചെയ്താൽ പുതുതായുണ്ടാവുന്ന സർഫസ് സ്മൂത്തും പ്ലെയിനുമായിരിക്കും. എന്നാൽ when amorphous solid is cut with a sharp edged tool, the newly formed surfaces are irregular. amorphous solidനെ ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചാൽ പുതുതായുണ്ടാവുന്ന സർഫസ് ഇറഗുലർ ആയിരിക്കും. Then crystalline solid has no tendency to flow, so they are called true solid. But amorphous solid has a less tendency to flow, so they are called pseudo solid or super cooled liquid. Okay, മനസ്സിലായോ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താ ക്രിസ്റ്റലൈൻ സോൾഡ് എന്ന് പറഞ്ഞാൽ? they have long range order. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എല്ലാ സ്ഥലത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിലാണ്. സോ ക്രിസ്റ്റലൈൻ സോളിന്റെ അതിലെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ബേസിൽ 4 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. On the basis of attractive force, crystalline solids are classified into 4. First one, molecular solid. Second one, ionic solid. Third one, metallic solid. And fourth one, covalent solid. So on the basis of attractive force, crystalline solids are classified into 4. They are molecular solid, ionic solid, metallic solid, and covalent solid.
സോ നമുക്ക് അതിൽ ആദ്യം നോക്കാം മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ്സ് ആർ മേഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. മോളിക്കുലാർ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ്. ഓക്കെ, ഈ മോളിക്കുലാർ സോളിഡ് 3 സബ് ഡിവിഷൻ ഉണ്ട്. ആദ്യത്തേത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ പോളാർ മോളിക്യൂൾസ് കൊണ്ടാണ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആർ മേഡ് അപ്പ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്. Okay, and the attractive force between them is dispersion forces or London forces. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് London forces. Okay, so non-polar molecular solids are made up of non-polar molecules, and the attractive force between them is dispersion forces or London forces. They are soft, അവർ വളരെ soft ആണ്, and they have low melting point. അവർക്ക് melting point കുറവാണ്, and they act as insulator. അവർ കറണ്ടിനെ കടത്തിവിടില്ല. So non-polar molecular solids are made up of non-polar molecules, and the attractive force between them is London forces or dispersion forces. They are soft, they have low melting point, then they act as insulator. Example എന്ന് പറയുന്നത് ആർഗണും കാർബൺ ടെട്രാക്ലോറൈഡ്. എക്സാമ്പിൾ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആർഗൺ കാർബൺ ടെട്രാക്ലോറൈഡ്. And molecular solid is second one, polar molecular solid. Polar molecular solid are made up of polar molecules. Polar molecular solid ഉണ്ടാക്കിയിരിക്കുന്നത് polar molecules കൊണ്ടാണ്, and the attractive force between them is dipole-dipole interaction. Polar molecule ഇടയിലുള്ള attractive force എന്ന് പറയുന്നത് dipole-dipole interaction ആണ്. അവരും സോഫ്റ്റ് ആണ്, അവർക്കും മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, അവരും ഇൻസുലേറ്റർ ആണ്. Okay, so polar molecular solid are made up of polar molecules, and the attractive force between them is dipole-dipole interaction. They are soft, they have low melting point, and they also act as insulator. Example, HCl, sulfur dioxide, SO2, hydrogen chloride, sulfur dioxide. And third one is hydrogen bonded molecular solid. ഇവിടെ മോളിക്യൂളിനിടയിലുള്ള attractive force എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ് മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവര് ഹാർഡാണ്, ബട്ട് ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. പക്ഷെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, പിന്നെ അവർ എന്തുവാണ്, ഇൻസുലേറ്ററുമാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐസ് അല്ലെ. ഐസ് നല്ല ഹാർഡാണ്, പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകി പോകും. സോ ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, ആൻഡ് ഐസ് എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആണ്. സോ ക്രിസ്റ്റലൈൻ സോളിഡിനെ അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ബേസിൽ 4 ക്ലാസ് ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് ആണ് മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡ് 3 സബ് ഡിവിഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആർ മേഡ് അപ്പ് ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ്, ആൻഡ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് ഡിസ്പെർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്. They are soft, they have low melting point, and they are insulator. Example, argon, carbon tetrachloride. Okay, second one, polar molecular solid. Polar molecular solid are made up of polar molecules, and the attractive force between them is dipole-dipole interaction. They are soft, they have low melting point, they also act as insulator. Example, HCl and SO2. Third one, hydrogen bonded molecular solid. Here the attractive force is hydrogen bond. They are hard, they also have low melting point, and they also act as insulator. Example, ice. ഇത് മൂന്നും മോളിക്കുലാർ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മോളിക്കുലാർ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് കൊണ്ടാണ്. അതിലെ 3 ക്ലാസിഫിക്കേഷൻ: നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ്, ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. And second type is ionic solid. Crystalline solid രണ്ടാമത്തെ ടൈപ്പ് ആണ് ionic solid. Ionic solid ഉണ്ടാക്കിയിരിക്കുന്നത് ദാ പിക്ചർ നോക്കി അറിയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് കൊണ്ടാണ്. Ionic solids are made up of positive and negative ions, and the attractive force between them is strong electrostatic force of attraction. Ionic solid ഉണ്ടാക്കിയിരിക്കുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, കൂളംബിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. പറഞ്ഞതിന്റെ പ്രോപ്പർട്ടീസ്, സോഡിയം ക്ലോറൈഡ് പ്രോപ്പർട്ടീസ് എന്താ, ഹാർഡ് ആണ്, ബട്ട് ബ്രിട്ടിൽ, പൊട്ടിപ്പോകുന്ന സ്വഭാവമുള്ളതാണ്. അയോണിക് സോളിഡ് ഹാർഡ് ആണ്, പക്ഷെ എന്ത് ചെയ്യും, അവർക്ക് ബ്രിട്ടിൽ, പൊട്ടിപ്പോകുന്ന സ്വഭാവമുണ്ട്. They have high melting point. ഇവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ സാധാരണ വിചാരിച്ചാൽ ഉരുക്കാൻ പറ്റില്ല, ഹൈ ടെമ്പറേച്ചറിൽ ഉരുകിയുള്ളൂ. They have high melting point,
ഓക്കെ, സോ അപ്പോൾ അവർ ഹാർഡാണ്, പക്ഷെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ബ്രിട്ടിൽ, പൊട്ടിപ്പോകുന്ന സ്വഭാവമുള്ളവരാണ്. ആൻഡ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇനി അവരുടെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇവർ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ ഇൻസുലേറ്റർ ആണ്, കറണ്ടിനെ കടത്തിവിടത്തില്ല. ഉപ്പ് കല്ലായിരിക്കുമ്പോൾ ഉപ്പ് കറണ്ടിനെ കടത്തിവിടത്തില്ല. ബട്ട് ഇൻ അക്യൂസ് ഓഫ് മോൾട്ടൺ സ്റ്റേറ്റ് ദേ ആക്ട്സ് ആസ് കണ്ടക്ടർ. എന്നാൽ നമ്മൾ ഉപ്പിനെ എടുത്ത് വെള്ളത്തിൽ കലക്കിയാലോ അല്ലെങ്കിൽ ഉപ്പിനെ ഉരുക്കി വെച്ചാലോ അത് കറണ്ടിനെ കടത്തിവിടും. Okay, so ionic solids are insulator in solid state but acts as conductor in aqueous or molten state. അതെന്തായിരിക്കും കാരണം? സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആയിരുന്ന സാധനം അക്വസ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ടർ ആയത് കാരണം സോളിഡ് സ്റ്റേറ്റിൽ അയോൺസിന് ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. സോ ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. അയോൺസിന് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അക്വസ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ എത്തുകയാണ്, ഉരുകിയ അവസ്ഥയോ വെള്ളത്തിൽ കലക്കി വെക്കുകയാണ്, അപ്പൊ അയോൺസിന് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ദേ ആർ ഫ്രീ ടു മൂവ്. സോ ദേ ആക്ട്സ് ആസ് കണ്ടക്ടർ. അപ്പൊ അയോണിക് സോളിഡ് ആക്ട്സ് ആസ് ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് ആക്ട്സ് ആസ് കണ്ടക്ടർ ഇൻ അക്വസ് ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. എന്താ റീസൺ? ബിക്കോസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് അയോൺസ് ഹാവ് ഫിക്സഡ് പൊസിഷൻ, സോ ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. ബട്ട് ഇൻ അക്വസ് ഓർ മോൾട്ടൺ സ്റ്റേറ്റ് അയോൺസ് ആർ ഫ്രീ ടു മൂവ്, സോ ദേ സ്റ്റാർട്ട്സ് കണ്ടക്ടർ. ഓക്കെ, സോ അപ്പൊ ക്രിസ്റ്റലൈസ് ഉള്ള രണ്ടാമത്തെ ക്ലാസിഫിക് ടൈപ്പ് ആണ് അയോണിക് സോളിഡ് എന്ന് പറയുന്നത്. അയോണിക് സോളിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? They are made up of positive and negatively charged ions, and the attractive force between them is strong electrostatic force of attraction. They are hard and brittle. അവർ കട്ടിയുള്ളതാണ് പക്ഷേ പൊട്ടിപ്പോകുന്ന സ്വഭാവം ബ്രിട്ടിൽ ആണ്. They have high melting point. അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. They acts as insulator in solid state. Our solid state എന്താണ്? ഇൻസുലേറ്റർ ആണ്. But acts as conductor in aqueous or molten state. എന്താ കാരണം? Because in solid state ions have fixed position, so they are not free to move. But in aqueous or molten state ions are free to move, so they acts as conductor in aqueous or molten state. Okay, okay. And third one, metallic solid. ക്രിസ്റ്റലൈൻ സോളിഡ് ക്ലാസിഫിക്കേഷൻ മൂന്നാമത്തതാണ് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ് എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽസ് ആണ്. എക്സാമ്പിൾ കോപ്പർ, സിങ്ക് ഒക്കെയാണ് എക്സാമ്പിൾ. നമ്മളൊരു മെറ്റാലിക് സോളിഡ് നോക്കി, അതിനകത്ത് മെറ്റൽ ആറ്റങ്ങൾ ഉണ്ടാകും. ഈ മെറ്റൽ ആറ്റങ്ങൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഈ പിക്ചർ കണ്ടാൽ ഇതെല്ലാം മെറ്റൽ ആറ്റങ്ങളാണ്. ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ പുറത്തിറങ്ങിയിട്ട് അത് ഈ മെറ്റാലിക് ക്രിസ്റ്റലിന് അകത്ത് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. സോ അപ്പോ മെറ്റൽ ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ഈ മെറ്റൽ ആറ്റങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ്ലി ചാർജ് മെറ്റൽ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കെർണൽ എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ പുറത്തിറങ്ങിയിരിക്കുന്ന മെറ്റൽ ആറ്റങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ്ലി ചാർജ് മെറ്റൽ ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കെർണൽ. സോ അപ്പോൾ ഒരു മെറ്റാലിക് സോൾഡ് നോക്കി അതിനകത്ത് എന്താ ഉണ്ടാവുക? എ മെറ്റാലിക് സോൾഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് positively charged kernels surrounded by free electron. ഒരു മെറ്റാലിക് സോൾഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേയധികം പോസിറ്റീവ് ചാർജുള്ള കെർണൽസ് ഉണ്ടാകും. ആ കെർണൽസിനെ ചുറ്റി എന്തുണ്ടാകും? ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകും. ഓക്കെ, എ മെറ്റാലിക് സോൾഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് kernels surrounded by mobile electron or free electron. The attractive force between this positively charged kernel and mobile electron is termed as metallic bonding. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കെർണലും ഇതിനു ചുറ്റുമുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ബോണ്ടിങ്. The attractive force between positively charged kernel and mobile electron is termed as metallic bonding. Okay, so for metallic solid എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? A metallic solid is made up of large number of positively charged kernels surrounded by mobile electron. ഒരു മെറ്റാലിക് സോൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന കുറേയധികം പോസിറ്റീവ് ചാർജ് ഉള്ള കെർണൽസ് കൊണ്ടാണ് അതിനെ സറൗണ്ട് ചെയ്ത് ആര് കാണും? മൊബൈൽ ഇലക്ട്രോൺ കാണും. The attractive force between positively charged kernel and mobile electron is termed as metallic bonding. എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പറും സിങ്കുമാണ്. എക്സാമ്പിൾ മെറ്റൽ, ഓൾ മെറ്റൽസ് ആർ മെറ്റാലിക് സോളിഡ്. എന്തൊക്കെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? They are usually hard. അവർ സാധാരണയായിട്ട് എന്താണ്? കട്ടിയുള്ളവരാണ്. പിന്നെ they have high melting point and boiling point. അവർക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. പിന്നെ they are malleable and ductile. പഠിച്ചിട്ടുണ്ട് നമ്മൾ മെറ്റൽസ് malleable ആണ്, ductile ആണ്. And metals have metallic luster. അവർക്ക് എന്തുണ്ടാകും? മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാകും. പിന്നെ
Okay, they are good conductors of heat and electricity. Metallic salt എന്ന് പറയുന്നത് ഹീറ്റിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ല കണ്ടക്ടേഴ്സ് ആണ്. ഇതാണ് മെറ്റാലിക് സോൾട്ട്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലൈൻസുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റാലിക് സോൾട്ട് എന്ന് പറയുന്നത്. മെറ്റാലിക് സോൾട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? A metallic salt is made up of large number of positively charged kernels surrounded by mobile electron. The attractive force between positively charged kernel and mobile electron is termed as metallic bonding. എന്തൊക്കെയാണ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? They have high melting point and boiling point. Then they are good conductors of heat and electricity. They are very hard and they are malleable and ductile, and they also have metallic luster. Example, copper and zinc. Okay, crystalline salt നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കോവാലന്റ് സോളിഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കോവാലന്റ് സോളിഡ്. കോവാലന്റ് സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. Covalent salts are made up of atoms, and the attractive force between them is covalent bond. Covalent salt ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആണ്. Okay, covalent salt are made up of atoms, and the attractive force between them is covalent bond. നമ്മൾ ഈ കോവാലന്റ് സോളിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് സോളിഡ് എന്ന് വിളിക്കും. നെറ്റ്വർക്ക് സോളിഡ് or giant molecules എന്നാണ് കോവാലന്റ് സോളിനെ വിളിക്കുന്നത്. നെറ്റ്വർക്ക് സോളിഡ് or giant molecules എന്ന് നമ്മൾ കോവാലന്റ് സോളിനെ വിളിക്കും. ഓക്കെ, നമ്മൾ കോവാലന്റ് സോളിന്റെ എന്താണ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഡയമണ്ടിന്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയമണ്ടിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് നമുക്കറിയാം. എന്നിട്ട് ഓരോ കാർബണിനെയും സറൗണ്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ടെട്രാഹീഡ്രലി bonded to four adjacent carbon atom to form a network structure. ഡയമണ്ടില് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. എന്നിട്ട് ഒരു കാർബൺ തൊട്ടടുത്തിരിക്കുന്ന 4 കാർബണുമായി ടെട്രാഹീഡ്രലി ബോണ്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ കോവാലന്റ് സോളിനെ എന്ത് പേരിട്ട് വിളിക്കുന്നത്? നെറ്റ്വർക്ക് സോളിഡ് ഓർ ജയന്റ് മോളിക്യൂൾസ്. ജയന്റ് മീൻസ് ബിഗ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ അപ്പോൾ കോവാലന്റ് സോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. എക്സാമ്പിൾ, ഡയമണ്ട് സിലിക്കൺ കാർബൈഡ് അഥവാ കാർബൺ. ഡയമണ്ട് ആൻഡ് സിലിക്കൺ കാർബൈഡ് അഥവാ കാർബൺ. ഓക്കെ, നമ്മൾ അവരെ എന്ത് പേരിട്ട് വിളിക്കും? നെറ്റ്വർക്ക് സോളിഡ് ഓർ ജയന്റ് മോളിക്യൂൾസ് എന്നും വിളിക്കും. ഓക്കെ, ഡയമണ്ടിലെ കാർബൺ ഹൈബ്രിഡൈസേഷൻ ഏതാ? sp3 ആണ്. എന്നിട്ട് ഒരു കാർബൺ തൊട്ടടുത്തിരിക്കുന്ന 4 കാർബണുമായി ടെട്രാഹീഡ്രലി ബോണ്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവർ നമ്മൾ നെറ്റ്വർക്ക് സോൾട്ട് ഓർ ജയന്റ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഡയമണ്ട് എന്തായിരിക്കുന്നത്? ഹാർഡ് ആയിരിക്കുന്നത്. കോവാലന്റ് സോൾട്ടിന്റെ പ്രോപ്പർട്ടീസ് നോക്കി കഴിഞ്ഞാൽ അവരെന്താ? ഹാർഡ് ആണ്. ആൻഡ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. ആൻഡ് ദേ ആക്ട് ആസ് ഇൻസുലേറ്റർ. അവർ കറണ്ടിനെ കടത്തിവിടുന്നു. സാധാരണ കോവാലന്റ് സോൾട്ട്സ് എല്ലാം ഹാർഡ് ആണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ദേ ആക്ട് ആസ് ഇൻസുലേറ്റർ. ഓക്കെ, സോ അപ്പോൾ കോവാലന്റ് സോൾട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസ് കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. ദേ ആർ ആൾസോ കാൾഡ് നെറ്റ്വർക്ക് സോൾട്ട് ഓർ ജയന്റ് മോളിക്യൂൾസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയമണ്ട് ആൻഡ് സിലിക്കൺ കാർബൈഡ് അഥവാ കാർബൺ. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ? ദേ ആർ ഹാർഡ്. അവര് കട്ടിയുള്ളവരാണ്. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. ആൻഡ് ദേ ആക്ട് ആസ് ഇൻസുലേറ്റർ. അവർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു എക്സെപ്ഷണൽ കോവാലന്റ് സോൾട്ട്, സാധാരണ കോവാലന്റ് സോൾട്ടിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു കോവാലന്റ് സോൾട്ട് ഉണ്ട്. അതാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കോവാലന്റ് സോൾട്ട്. കോവാലന്റ് സോൾട്ട് ആണ് ഗ്രാഫൈറ്റ്, പക്ഷെ അതിന്റെ പ്രോപ്പർട്ടീസ് നോർമൽ കോവാലന്റ് സോൾട്ടിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെന്റ് ആണ്. എക്സാമ്പിൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സെപ്ഷണൽ കോവാലന്റ് സോൾട്ടിന്റെ നെയിം എഴുതാൻ വേണ്ടി. ആരാണ്? ഗ്രാഫൈറ്റ്. എന്താ ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓക്കെ, ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആണ്. ഓക്കെ, ഗ്രാഫൈറ്റ് ഹാർഡ് ആണോ? ഗ്രാഫൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഗ്രാഫൈറ്റിനെ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫൈറ്റ് എന്താണ്? കണ്ടക്ടർ ആണ്. എന്താ ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത? ഗ്രാഫൈറ്റിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. ഗ്രാഫൈറ്റിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്നിട്ട് ഒരു കാർബൺ തൊട്ടടുത്തിരിക്കുന്ന 3 കാർബണുമായി ബോണ്ട് ചെയ്യും. ഓക്കെ, ഗ്രാഫൈറ്റിലെ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്നിട്ട് ഒരു കാർബൺ തൊട്ടടുത്തിരിക്കുന്ന
മൂന്ന് കാർബണുമായി ബോണ്ട് ചെയ്ത് ഹെക്സഗണൽ ലെയറുകൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഹെക്സഗണൽ ലെയറുകൾ ഫോം ചെയ്യും. ഈ ലെയറുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. സോ വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ ലെയർ. അത് കാരണം ഒരു ലെയർ വേറെ ലെയറിന്റെ പുറത്ത് തെന്നി നീങ്ങും. അതുകൊണ്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ ലൂബ്രിക്കന്റ് ആയി ഉപയോഗിക്കാറുണ്ട്. സോ അപ്പൊ ഗ്രാഫൈറ്റിലെ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ. എന്നിട്ട് ഒരു കാർബൺ അടുത്തിരിക്കുന്ന മൂന്ന് കാർബണുമായി ബോണ്ട് ചെയ്ത് ഹെക്സഗണൽ ലെയറുകൾ, അടുക്കുകൾ ഉണ്ടാകും. ഈ ലെയറുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ ലെയർ. ഒരു ലെയർ വേറെ ലെയറിന്റെ പുറത്ത് തെന്നി നീങ്ങും. That's why graphite is used as a lubricant. Graphite നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇനി ഒരു ഗ്രാഫൈറ്റിലെ ഒരു കാർബൺ 4 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. ഗ്രാഫൈറ്റിൽ ഒരു കാർബൺ 3 കാർബണുമായിട്ടേ ബോണ്ട് ചെയ്തിട്ടുള്ളൂ. സോ അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്താകും? ഫ്രീ ആകും. ഓരോ കാർബൺ ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റത്തിലും ഒരു വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആകും. ആ വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആയിരിക്കുന്നത് കാരണം ഗ്രാഫൈറ്റ് ആരെ കടത്തിവിടുന്നു? കറണ്ടിനെ കടത്തിവിടും. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒന്നും കൂടെ നോക്കാം. ഗ്രാഫൈറ്റിലെ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. എന്നിട്ട് ഒരു കാർബൺ തൊട്ടടുത്തിരിക്കുന്ന 3 കാർബണുമായി ബോണ്ട് ചെയ്ത് ഹെക്സഗണൽ ലെയറുകൾ ഉണ്ടാകും. ഈ ലെയറുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. സോ വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ ലെയർ. ഒരു ലെയർ വേറെ ലെയറിന്റെ പുറത്ത് എന്ത് ചെയ്യും? തെന്നി നീങ്ങും. That's why graphite is used as a lubricant. ഇനി ഗ്രാഫൈറ്റ് എന്തുകൊണ്ടാണ് കണ്ടക്ടർ ആയത്? ഒരു കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺ 3 മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഒരു വാലൻസ് ഇലക്ട്രോൺ ഫ്രീ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് എന്തായി പ്രവർത്തിക്കുന്നത്? കണ്ടക്ടറായി പ്രവർത്തിക്കുന്നത്. ഓക്കെ ഓക്കെ സോ അപ്പോ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കോവാലന്റ് സോളിഡ്. കോവാലന്റ് സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, കോവാലന്റ് സോളിന്റെ പ്രത്യേകത എന്തൊക്കെയാ? കോവാലന്റ് സോളിഡ് ഹാർഡ് ആണ്, they are insulated and they have high melting point. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയമണ്ട്, സിലിക്കൺ കാർബൈഡ് അഥവാ കാർബൺ. They are also called network solid or giant molecules. Okay, then exceptional covalent solid ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റിന്റെ പ്രോപ്പർട്ടീസ് മറ്റു റെഗുലർ ആയിട്ടുള്ള കോവാലന്റ് സോളിനേക്കാൾ ഡിഫറെന്റ് ആണ്. എന്തൊക്കെയാ? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റ് ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാഫൈറ്റിനെ എന്ത് ചെയ്യുന്നു? ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ബാക്കിയുള്ള കോവാലന്റ് സോളിഡ് ഇൻസുലേറ്റ് ആണ്. എന്ന ഗ്രാഫൈറ്റ് കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ബേസിലാണ് ക്ലാസ് ചെയ്യുന്നത്? ക്രിസ്റ്റലൈൻ സോളിനെ ഓൺ ദ ബേസിസ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ബേസിലാണ് ക്രിസ്റ്റലൈൻ സോളിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസ് ചെയ്തു. ഒന്നാമത്തേതായിരുന്നു? ഒന്നാമത്തേത് മോളിക്കുലാർ സോൾഡ് ആയിരുന്നു. മോളിക്കുലാർ സോൾഡ് മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മോളിക്കുലാർ സോൾഡ് 3 സബ് ഡിവിഷൻ ഉണ്ടായിരുന്നു. 1 പോളാർ മോളിക്കുലാർ സോൾഡ്, 2 നോൺ പോളാർ മോളിക്കുലാർ സോൾഡ്, 3 ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോൾഡ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഏതായിരുന്നു? അയോണിക് സോൾഡ് ആയിരുന്നു. അയോണിക് സോൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കൊണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് തേർഡ് വൺ മെറ്റാലിക് സോൾഡ്. എല്ലാ മെറ്റലുകളും എന്താണ്? മെറ്റാലിക് സോളിഡുകളാണ്. ആൻഡ് ഫോർത്ത് വൺ കോവാലന്റ് സോൾഡ്. കോവാലന്റ് സോൾഡ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസ് കൊണ്ടാണ്. അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇത് നമ്മൾ ക്രിസ്റ്റലൈൻ സോൾഡ് 4 ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. നമ്മൾ തുടക്കം തൊട്ട് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. On the basis of arrangement of constant particle, solids are classified into 2. They are crystalline solid and amorphous solid. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത് ക്രിസ്റ്റലൈൻ സോളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. On the basis of attractive force, crystalline solids are classified into 4. They are molecular solid, ionic solid, metallic solid, covalent solid. Okay, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ എന്നോട് ചോദിക്കുക. ഇതിന്റെ നോട്ട് ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.